ആടുജീവിതം നജീബിൽ മാത്രം ഒതുങ്ങുന്നതല്ല. രമണൻ മിസൈൽ കൊല്ലം സ്വദേശി അനിൽകുമാർ സൗദി മരുഭൂമിയിൽ ഏകാന്തതയിൽ ആടുജീവിതം നയിച്ചത് 2.5 വർഷം. പ്രവാസികളുടെ കണ്ണീർ ജീവിതം വെള്ളിത്തിരയിലെത്താൻ കാരണമായ ബെന്യാമിനെയും സംവിധായകൻ ബ്ലസ്സിയെയും പ്രാണനെപ്പോലെ സ്നേഹിക്കുകയാണ് അനിൽ. ബെന്യാമിൻ്റെ ആടുജീവിതം നജീബിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ആയിരക്കണക്കിന് പ്രവാസികൾ അങ്ങനൊരു ജീവിതം നയിച്ചിരുന്നു. അങ്ങനൊരു വ്യക്തിയാണ് കൊല്ലത്ത് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അദ്ദേഹത്തെ കാണിച്ചു തരാം. ശ്രീ അനിൽകുമാർ, കൊല്ലം നീരാവിൽ സ്വദേശി. അനിൽകുമാറിന് ഇത് പുതുജീവിതം. കൊല്ലം കോർപ്പറേഷന്റെ ക്യാൻറ്റീൻ നടത്തുകയാണിപ്പോൾ. ഭൂതകാലം മറക്കാനാകില്ല അനിലിന്. 23-ാം വയസ്സിൽ സഹോദരിയുടെ വിവാഹക്കടം വീട്ടാൻ അനിൽകുമാർ സൗദിയിലെത്തി. രമണൻ വിസയാണെന്ന് അന്ന് അറിഞ്ഞിരുന്നില്ല. വിതുമ്പി, ഒടുവിൽ അറബി. 3 മാസം മരുഭൂമിയിൽ ആടിനെ മേച്ചാൽ ശമ്പളത്തുക ഉപയോഗിച്ച് നാട്ടിലേക്ക് മടക്കി അയക്കാമെന്ന് നൽകിയ ഉറപ്പിൽ അനിൽ 500 ആടുകളുമൊത്ത് 2.5 വർഷം കഴിച്ചുകൂട്ടി. 23-ാമത്തെ വയസ്സിലാണ് ഞാൻ ഈ മരുഭൂമിയുടെ ഉൾമരുഭൂമിയാണ് പെട്ടുപോയത്. ഒരു റോഡിൽ നിന്ന് ഒരു 10-80 കിലോമീറ്ററോളം ഉള്ളിൽ ഒരു 500 ആടും ഞാനും മാത്രമായൊരു അന്തരീക്ഷമായിരുന്നു. സംസാരിക്കാനോ കാര്യം പറയാൻ മറ്റാരും കൂടെ ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ 500 ആടും ഒരു ടെൻറ്റിനകത്ത്. വെട്ടവും വെളിച്ചവും. റാന്തലിൻ്റെ വെട്ടമാണുള്ളത്. മണ്ണെണ്ണ റാന്തലിൻ്റെ ഒരു വെട്ടം മാത്രമുണ്ട്. സ്വന്തമായിട്ട് പാചകം ചെയ്യുക, ആടിൻ്റെ കൂടെ നടക്കുക, പകൽ മുഴുവൻ ആടിൻ്റെ കൂടെ നടക്കുക, രാത്രി വന്ന് ഒറ്റയ്ക്ക് കിടക്കുക. ബെന്യാമിന്റെ ആടുജീവിതം പലകുറി വായിച്ചപ്പോൾ തേങ്ങലോടെ തന്റെ ആടുജീവിതത്തെ അനിൽ സ്മരിച്ചിട്ടുണ്ട്. ബ്ലസ്സി പൃഥ്വിരാജിലൂടെ നജീബിനെ വെള്ളിത്തിരയിൽ എത്തിച്ചതോടെ ഒരു പ്രവാസിയുടെ മണലാരണ്യത്തിലെ യാഥാർത്ഥ്യം ഒരാളിൽ ഒതുങ്ങുന്നതല്ലെന്ന് അനിൽ അറബിക്കടലിനെ സാക്ഷി നിർത്തി മനസ്സ് തുറന്നു. തിരശ്ശീലയിൽ അനിൽ തന്നെ കണ്ടിരുന്നു. നജീബ് അനുഭവിച്ചതോ അതിലേറെ തീഷ്ണമായതോ ആയ ആടുജീവിതത്തിന്റെ ഓർമ്മകളിൽ അനിൽ അറബിക്കടലോരത്ത് നടന്നു. കൊള്ളുന്ന വെയിലേറ്റ് അവശതയിൽ മടങ്ങിയെത്തി തയ്യാറാക്കുന്ന ഭക്ഷണം പൊടിക്കാറ്റിൽ നശിച്ചത് പല ദിവസങ്ങൾ. പൊടിക്കാറ്റിൽ രക്ഷ നേടുക ആട്ടിൻകൂട്ടത്തിനിടയിൽ ഒളിച്ചിട്ടും. സഹിക്കാനൊക്കാത്ത ഈ കടുത്ത ഏകാന്തതയ്ക്കപ്പുറം ഈ അവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് കൊടും തണുപ്പുമായിട്ടുള്ള കാലാവസ്ഥ. ഈ രാത്രി സമയത്ത് പകൽ സമയം മുഴുവൻ ആടിൻ്റെ കൂടെ നടന്ന് കുഴഞ്ഞ് രാത്രി വന്ന് ടെൻറ്റിൽ കയറി നമ്മളെന്തെങ്കിലും ആഹാരം പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്നായിരിക്കും പൊടിക്കാറ്റ് വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാനൊക്കാത്തൊരു സാധനമാണ് അത്. വന്നു കഴിഞ്ഞാൽ ഇത് അടിച്ച് തകർത്ത് ടെൻറ്റ് മുഴുവൻ തകർത്ത് കളഞ്ഞ് നമ്മൾ അന്തരീക്ഷം മൊത്തം പൊടിയാവും. നമുക്ക് കാറ്റിനെ പിടിച്ചു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ആടിൻ്റെ ഇടയ്ക്ക് കയറി ഒളിച്ച് കുത്തിയിരിക്കുക എന്നുള്ളതാണ്. ഏകാന്തതയിൽ നിന്ന് ഒളിച്ചോടാൻ ഇരുകാലി ആടായ താൻ 500 ആടുകളെ ശ്രോതാക്കളാക്കി കയ്യിലുണ്ടായിരുന്ന ഏക വീക്കിലി വായിച്ച് കേൾപ്പിച്ചിരുന്നുവെന്ന് അനിൽ പറയുന്നു. 6 മാസം കൂടുമ്പോൾ എൻ്റെ അറബി എന്നെ വിളിച്ച് ഒരു ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയി. ഒരു ഗ്രാമത്തിലെ കൊച്ചു ബാർബർ ഷോപ്പാണ്. അവിടെ ഒരു മലയാളിയുടെ ബാർബർ ഷോപ്പായിരുന്നു. അവിടെ നിന്നൊരു വീക്കിലി കിട്ടി. ഇതാണ് ഞാൻ ആപ്പാടെ വായിക്കാൻ കിട്ടിയ എൻ്റെ ഒരു സാധനം. റേഡിയോയോ മറ്റ് സൗകര്യങ്ങളോ ഒന്നുമില്ല. ഈ വായിക്കാൻ സാധനം ഒന്നുമില്ല. ഈ കൊണ്ടുവന്ന വീക്കിലി ഞാൻ 1000 തവണ വായിക്കും. എല്ലാ ദിവസവും ഒരേ സാധനം തന്നെ വായിച്ച് രാത്രിയും പകലും ഇല്ല. എനിക്ക് നാട്ടിൽ കൂടെ നടക്കുമ്പോഴും വായിച്ച സാധനം തന്നെ വീണ്ടും വായിച്ചു. ഗന്ധർവ്വൻ ഒരു കവിത ഉണ്ടായിരുന്നു. ആടിൻ്റെ മുന്നിൽ ഈ കവിത ഞാൻ ചൊല്ലി കേൾപ്പിക്കുമായിരുന്നു. എൻ്റെ പ്രേക്ഷകർ അവരായിരുന്നു. നജീബിന്റെ കഠിന വഴികളിലൂടെ സഞ്ചരിച്ച താൻ ഗൾഫ് ജീവിതത്തിന്റെ ഓർമ്മകളിൽ തിയേറ്ററിലെ ഇരുട്ടിൽ പലപ്പോഴും വിതുമ്പി. പ്രിയരെ, പൊള്ളുന്ന ആ അനുഭവങ്ങൾ ശീതളമായ തിയേറ്റർ കാഴ്ചകൾക്കും എത്രയോ കാലങ്ങൾ അകലെയാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ വിശ്വസിക്കാവുന്നതിലും അപ്പുറം ഓർമ്മകളുടെ ഒരു കടൽ ഇളകി മറിയുന്നുവെന്ന് അനിൽ തന്റെ FB പോസ്റ്റിൽ ഇങ്ങനെ കുറിച്ചു. ഇങ്ങനെയൊക്കെ ഒരുപാട് ദുരിതങ്ങൾ നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ, നമ്മുടെ കേരളത്തിൻ്റെ ഇതുപോലെയുള്ള അനിലിനെ പോലുള്ള, അല്ലെങ്കിൽ നജീബുമായി ഒരിക്കലും ഞാൻ താരതമ്യം ചെയ്യുന്നില്ല. നജീബ് അനുഭവിച്ചത് നജീബിൻ്റെ വേദനകളാണ്. അത് ബെന്യാമിൻ ആടുജീവിതത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. ഇപ്പോൾ അനിലിൻ്റെയും ജീവിതം ആടുജീവിതവുമായി അത് ഒറിജിനൽ ആടുജീവിതം തന്നെയായിരുന്നു ഈ അനിലിൻ്റെയും. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.